ഹായ് ഗായ്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്, കമൻറ്റിൽ കണ്ടതാണ് കേട്ടോ. എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ പ്ലേസ് എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഡാൻഡല്ലിയാണ്. സോ ഡാൻഡല്ലിയിൽ ഞങ്ങൾ ഇരിക്കുന്ന റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. സോ അത്യാവശ്യം കാണാൻ നല്ല വൈബാണ് കാണാൻ. പക്ഷെ എല്ലാവർക്കും രാവിലെ വന്നതിൻ്റെ ആ ഒരു ഉറക്കക്ഷീണവും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാ സാധനവും ഒന്ന് ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കുകയാണ്. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ നല്ല രസമുണ്ട്, എല്ലാവർക്കും ഒരു ഹാപ്പിനെസ്. അങ്ങനെ ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് കായലും അതുപോലെ തന്നെ നല്ല രസമാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പിയായി, നമുക്ക് പൊളിക്കണം എന്നൊക്കെയുള്ള വൈബായി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആക്ടിവിറ്റീസ് ഏരിയ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി സെറ്റാക്കി മാറിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ്, മുഖമൊക്കെ മറക്കില്ല. ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാവർക്കും വലിയ ബെഡാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ സീനില്ല. ബെഡൊക്കെ കിട്ടിയപ്പോൾ വേഗം ഒരു 10 മിനിറ്റ് കിടന്നിട്ട് പിന്നെ എല്ലാവരും ഫ്രഷായി എല്ലാം സെറ്റായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് എല്ലാവരും സെറ്റായി ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ എത്തി ഫ്രഷായി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ 7 മണിയാകുമ്പോൾ എത്തി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് അടച്ചു വെച്ചിട്ട് വരാം. എന്തെങ്കിലും റിസോർട്ട് ഫുൾ ഓൺ വൈബാണ്. ഫുൾ പച്ചപ്പ്, കായലും ഇതൊക്കെ ഫുൾ സെറ്റപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. ഒരു വിവരണം കൊടുക്കുന്നു. റെഡി ആയിട്ട് സമയം പോകാത്തതുകൊണ്ട് കുറച്ച് പുറത്തൊക്കെ വന്ന് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ കുറച്ച് പോസൊക്കെ എടുത്ത് അങ്ങനെ സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് കാണാൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കൂടെ ഞങ്ങൾ പറയാം. നല്ല രസമുണ്ട് കാണാൻ, ഫുള്ളും പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. നിഖിൽ ഒരു ഹായ്. ഇതാണ് ഫുഡ് കഴിക്കണതിൻ്റെ സ്പോട്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ബഫയാണ്. ജാം, ബ്രെഡ്, സോസാണ് വിചാരിക്കുന്നത്. ഇതെന്താ സാധനം? പാസ്ത, പിന്നെ അത് ചട്നി, സാമ്പാർ, അത് പൂരി. അപ്പോൾ ഗൈസ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ്, പൂരി, പാസ്ത, പിന്നെ കുറുമക്കറി, ജാം. എല്ലാവരും സെറ്റായിട്ട് ഫുഡ് കഴിക്കാനുള്ള തിമിർത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. കോക്രോച്ച് ആ ഫുഡിൽ. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു, ഇനി ആ കുറച്ച് ഫുഡേ ഉള്ളൂ, അത് കഴിക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ നിഖിലിൻ്റെ പ്ലേറ്റിൽ നിന്ന് കിട്ടി, എനിക്കും കുറച്ച് കാലുകൾ കിട്ടി. പിന്നെ എന്താ ചെയ്യുക ഗൈസ്, എന്തായാലും കഴിച്ചു, അത് വയറ്റിലും പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളത് വിട്ടു ഗൈസ്. പിന്നെ നേരെ ഞങ്ങൾ പുറത്ത് വന്ന് കുറച്ച് കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ക്യാരം ബോർഡും ചെസ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കുറച്ച് ഇങ്ങനെ നോക്കി. പിന്നെ ഇതെന്താ സാധനം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ഫാത്തിമയുടെ അടുത്ത് വെച്ചപ്പോൾ അവൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ സെറ്റായി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നേരെ കയാക്കിങ് പോവാണ്. അതിൻ്റെ വിശേഷം കാണാം. ഗൈസ് എവിടെ ഇപ്പം നമ്മൾ എവിടെ എത്തി പറ? വാട്ടർ ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണ്. അതിലൊക്കെ കളിച്ചൊക്കെ നനഞ്ഞ് തണുത്ത് മരവിച്ച അവസ്ഥയാണ്. ഞങ്ങളപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് നനഞ്ഞു. ഇവിടെ നനച്ചു. അതെ. മുടി എന്തായാലും ഉണങ്ങണമല്ലോ, അപ്പോൾ മുടി വിരിച്ചിട്ട് കുറച്ച് എന്താ പറയുക ഷോ ഒക്കെ കാണിച്ച്, പിന്നെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ കളിച്ച് എല്ലാം സെറ്റായി ഞങ്ങൾ. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പം ഞങ്ങൾ ഫുഡിൻ്റെ ഏരിയയിലെത്തി. കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ചെറിയ അരിയാണ്, അത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല.
പിന്നെ കോളിഫ്ലവറും കടലയും അങ്ങനെയുള്ള ഐറ്റംസാണ്. പിന്നെ സാമ്പാർ എന്ന് പറയാം, പരിപ്പ് കറി അങ്ങനെ, പിന്നെ പായസം. കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങളിതാ എന്താ പറയുക 4 മണിയാകുമ്പോൾ വന്നിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് ഇതപ്പോൾ എത്ര 6:45 വരെ ഞങ്ങൾ ഉറങ്ങി എല്ലാവരും. അതെ അതെ. എന്നിട്ട് ഇതാ ഇനി ഹലോ ഗായ്സ്, എനിക്ക് മതിയായി, ഒരു ടൂറും കൊണ്ട് നല്ല മതിയായി, നല്ല ചെയ്യാം. അപ്പം ഇനി ഞങ്ങൾ എന്താ പറയുക, ഇനി റിസോർട്ട് ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് റെയിൻ ഡാൻസ് ഉണ്ട്, റെയിൻ ഡാൻസ്, അത് ഇത് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് കാണാം. പണി വരുന്ന പോലെ അതിന്റെ ഔട്ട്ഫിറ്റ് സെറ്റാണ് ഗൈസ്. ഞങ്ങളുടെ ഡിന്നർ ചപ്പാത്തി, പനീർ, ചിക്കൻ, പിന്നെ കൊണ്ടാട്ടം, പിന്നെ റൈസ്, ചോറ്, കുറച്ച് തൈര്, സാമ്പാർ, പിന്നെ ഫുഡ് കഴിച്ച് നേരെ ക്യാമ്പ് ഫയർ നടക്കുന്ന ഏരിയയിലേക്ക് ഞങ്ങൾ വന്നത്. കുറച്ച് അടുത്ത് വെക്കാൻ എല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു നിമിഷം, അതാണ് ക്യാമ്പ് ഫയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് ക്ലാസ്സിലാണെങ്കിലൊക്കെ ഓരോ ഗ്രൂപ്പായിട്ടായിരിക്കും ഇരിക്കുക. പക്ഷേ ഈ ടൂർ വന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് ഒരേപോലെയായിരുന്നു ചിന്തിച്ചത്, ഒരേപോലെയാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അതൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും, ടീച്ചേഴ്സിൻ്റെയും നിഖിലിൻ്റെയും എൻ്റെയും, അപ്പോൾ ഞങ്ങൾ 3 പേരും കേക്കൊക്കെ ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ട് തന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു, മറക്കാൻ പറ്റില്ല. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് പിന്നെ സ്പെൻഡ് ചെയ്തു. കാരണം 1 മണിവരെയൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഓരോ കുട്ടികളുടെ കാര്യങ്ങളും അവരവരുടെ അനുഭവങ്ങൾ, ടീച്ചേഴ്സിൻ്റെയും പിന്നെ ടീച്ചറുമായിട്ടുള്ളൊരു നമ്മൾ ടീച്ചറുടെ അടുത്ത് എത്രത്തോളം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി, പിന്നെ ഫുള്ള് റിയൽസായിരുന്നു. പിന്നെ എല്ലാവരും റീൽസ് പറഞ്ഞാൽ റീൽസ്, കുറേ റീൽസ് എടുത്തു, മതിയാവോളം റീൽസ് എടുത്തു. പിന്നെ കുറേ ടൈം സംസാരിച്ചിരുന്നു, എല്ലാവരും ഓരോ കോമഡി അങ്ങനെയുള്ള എല്ലാ കാര്യവും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോയും അതുപോലത്തെ വീണ്ടും ഗ്രൂപ്പായിട്ടുള്ള റീൽസും കാര്യങ്ങളും എടുത്തു. അതുപോലെ തന്നെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി ഫുള്ള് പ്രേതകഥ പറഞ്ഞ ഓരോരുത്തരുടെ പ്രേതകഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ഉണ്ടാക്കിയും ഉള്ളതും ഒക്കെ പറഞ്ഞ് നേരം വെളുക്കണവരെ ഇരുന്നു. നല്ല രസമുള്ളൊരു മെമ്മറീസ് ആയിരുന്നു.